പ്രിയമുള്ളവരെ നമസ്കാരം. ഹരീഷ് ചേട്ടനും ഹരിയേട്ടനും ഇന്ദുചേട്ടനും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര പ്രിയപ്പെട്ട 3 പേര്. അപ്പോൾ അതിലിപ്പോൾ ഹരീഷ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാര്യത്തെക്കാൾ കൂടുതൽ കഥ പറയുന്ന ഒരാളാണ് ഹരീഷ് ചേട്ടൻ. ഹരിയേട്ടനാണെങ്കിൽ ഒരു പൊയട്രി പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്, ഒരു പൊയട്രി പോലെ നമ്മുടെ അടുത്ത് ഒരു പൊയട്രി പോലെയുള്ള ഒരാൾ. അതേസമയം എഡിറ്റോറിയലാണ് എഴുതുന്ന ഒരു പണി എന്നുള്ള നിലയ്ക്ക് എഴുതുന്ന ഒരാൾ. അതുപോലെ തന്നെ ഇന്ദുചേട്ടനും അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിൽ നിന്നും. ഇന്ദുചേട്ടൻ്റെ കാര്യം ഭയങ്കര രസമാണ്. ഇന്ദുചേട്ടനെ പറ്റിയിട്ട് ഭയങ്കര കാശ് നന്നായി കിട്ടുന്നൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനം. കാരണം പണി വിട്ട് എഴുത്തിലേക്ക്, ലാഭകരമായ ഒരു എഴുത്തിലേക്ക് പോയി. നമുക്കൊക്കെ വലിയ പ്രചോദനമാണ്. അതുപോലെ തന്നെ ഹരീഷ് ചേട്ടനും പണി വിട്ടു എന്നുള്ളതാ, പണി പോയി എന്നാണ് ഹരീഷ് ചേട്ടൻ പറയുന്നത്. പക്ഷെ പണി വിട്ടുകൊണ്ട്, അതായത് എഴുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് അത്ര വലിയ കാശൊന്നുമില്ല, പ്രത്യേകിച്ച് കാശൊന്നുമില്ല ഒരു എഴുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ അകത്ത് നിന്ന് ഭയങ്കരമായി പ്രചോദനാത്മകമായ എഴുത്തിലേക്ക്, കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ എഴുത്ത് എന്നുള്ളതിലേക്ക് നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്നവർ തന്നെയാണ് ഇവർ രണ്ടുപേരും. ഹരിയേട്ടൻ വളരെ സീരിയസ് ആയിട്ടുള്ള നിലയ്ക്ക് ഇപ്പോൾ എന്താ പറയുക, ഷാജി സാറിനെയൊക്കെ പോലെ ഉള്ള വർക്കുകളുടെ കൂടെ, സിനിമകളുടെ കൂടെ സഹകരിക്കുന്നു. അത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അത്തരം ഒരു സമീപനത്തോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീകുമാരേട്ടൻ ഒടിയൻ പോലെയുള്ള പ്രൊജക്റ്റുകൾ. ഇവിടെ ഇത്തരം ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കണമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു ചോദ്യം ഇതാണ്, കഥ എഴുതുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് സംവിധായകൻ, എഡിറ്റർ തുടങ്ങിയ ഒരു സിനിമയുടെ ഓരോ ഘടകങ്ങളിലും പ്രവർത്തിക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു സംവിധായകനെ പോലെ കഥ എഴുതുന്ന ആളുകളാണ് കഥ എഴുത്തിൽ, സാഹിത്യത്തിൽ. അപ്പൊ നിങ്ങളുടെ ഈ കഥ എഴുത്തിൽ നിന്നും, നിങ്ങളുടെ എഴുത്തിൽ നിന്നും അതൊരു സംവിധായകൻ എന്ന് പറയുന്ന വേറൊരാളുടെ കയ്യിലേക്ക് പോകുമല്ലോ. അതങ്ങ് സഹിക്കാൻ പറ്റുമോ? അതെന്താ പരിപാടി അതിൽ? കാരണം ഭയങ്കരമായി നമുക്ക് ഇറിറ്റേഷൻ തോന്നില്ലേ നിങ്ങളുടെ എഴുത്തിനെ, അല്ലെങ്കിൽ നമ്മളുടെ എഴുത്തിനെ ഒരു സംവിധായകൻ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ? അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഹരീഷ് ചേട്ടനോട് എനിക്കൊരു ചോദ്യമുള്ള, ജല്ലിക്കെട്ടിന്റെ സമയത്ത് മാവോയിസ്റ്റ് നമ്മളതിന് മുമ്പ്, കഥയ്ക്ക് മുമ്പേ ഞാൻ വായിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ്. അപ്പൊ ഞാൻ ജല്ലിക്കെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഹരീഷ് ചേട്ടൻ അതിന് ഒരു മറുപടിയും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ഒരു എന്താണ് ശരിക്കും സംവിധായകനോട് ദേഷ്യം വരുമോ നമുക്ക്? ഈയിടെ ഈയിടെ നോബൽ സമ്മാനം കിട്ടിയ എന്നെ ക്രാസ്ന ഹോർക്കിയോ അങ്ങോട്ട് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, നമുക്ക് മുഴുവൻ പേര് പറയാൻ ബുദ്ധിമുട്ടാണ് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു നോവല് സിനിമയാക്കി നമ്മൾ IFFK കണ്ട. അപ്പോൾ അദ്ദേഹം ഈയിടെ പാരീസ് റിവ്യൂവിന് കൊടുത്ത് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു എന്താ പറയുക, നന്ദിയില്ലാത്തൊരു പരിപാടിയാണ് സിനിമ എഴുത്തെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ എടുത്ത് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത് കാണേണ്ടി വരും. നമ്മൾ മനസ്സിൽ തോന്നുന്നതായിരിക്കില്ല അവരെടുത്ത് വെക്കുന്നത്. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാം. സിനിമയിൽ ഇടപെട്ടുള്ള എല്ലാവർക്കും അറിയാം. അതൊരു പലപ്പോഴും വിഷമം തോന്നാം. പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിച്ചതിലും നല്ലതായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കാണാനും പറ്റും. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ കഥയെ ഒന്ന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാവുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകൻ്റെ കലയാണ്. അതിനകത്ത് നമ്മൾ കയറി ഇടപെട്ട് നമ്മളിനി അല്ല ഞാൻ പറയുന്ന പോലെ എടുക്കണമെന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. അതല്ല സിനിമ. അപ്പോൾ സിനിമയിൽ നിന്ന് നമ്മൾ സിനിമാ തിരക്കഥാകൃത്താകണമെങ്കിൽ, അല്ലെങ്കിൽ കഥാകൃത്താകണമെങ്കിൽ നമ്മുടെ കഥയെ അതിന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. കാരണം അയാളുടെ ക്രിയേറ്റീവ് സ്പേസ് ആണെന്ന് അതൊന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. പിന്നെ സിനിമാ തിരക്കഥ എന്ന് പറഞ്ഞാൽ പോലും അത് ഒരാളുടെ പ്രവൃത്തിയല്ല. കാരണം അതിനകത്ത് കൂട്ടായ ആലോചനകൾ പലപ്പോഴും വരും. ആ ആലോചനകൾക്കിടയിൽ പലരുടെ അഭിപ്രായങ്ങൾ വരും. അത് നമ്മൾ തിരക്കഥയിലേക്ക് കൊണ്ടുവരും. ഇതെല്ലാം വരും. അവസാനം എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് പോലും സിനിമ മാറും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിന് ഇറങ്ങാവുള്ളൂ. അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞ് വെറുതെ എൻ്റെ കഥയെടുത്ത് കുളവാക്കി അല്ലേ വളരെ നല്ലതാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷായി സാറാണ് ഒരാൾ, രണ്ടാമത്തത് ശ്രീകുമാരേട്ടനാണ് ഒടിയൻ. എന്താണ് ഹരിയേട്ടൻ്റെ ഒരു ഇവരൊക്കെ ഹരിയേട്ടനോട് എങ്ങനെയാണ് പെരുമാറിയത്? സത്യത്തിൽ അതിനു മുമ്പ് എനിക്ക് ഇന്ദുവിനും ഹരീഷിനും അനുഭവിക്കാത്തൊരു പ്രശ്നം എനിക്കിവിടെ ഉണ്ട്. കാരണം എൻ്റെ ഒരു സംവിധായകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സത്യം പറയുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരാവശ്യമില്ലാതെ കയറിയിരിക്കുന്നു. ഇത് ഈ എഴുത്തിൻ്റെ ലോകത്തെ രാജാവാണ്, ചക്രവർത്തിയാണെന്നൊക്കെ പറയാമെങ്കിലും സിനിമ ഒരു സംഘകലയാണ്. തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റ് എഴുതി, ഞാനിപ്പോൾ ശ്രീയുടെ അടുത്ത് ഒടിയൻ്റെ സ്ക്രിപ്റ്റ് എഴുതി ഏൽപ്പിച്ച ആ കൊടുക്കുന്ന നിമിഷം അത് അദ്ദേഹത്തിൻ്റേതും
അല്ല അതിനോട് ബന്ധപ്പെട്ട പലരുടേതുമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സംഘകലയിൽ എഴുത്തിൻ്റേതായിട്ടുള്ള ഈഗോയോ മറ്റ് സ്വാർത്ഥതകളോ മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള മറ്റ് ആഗ്രഹങ്ങളോ ഒന്നുമില്ല. അത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളങ്ങ് കൊടുക്കുന്നു. പിന്നെ ആ സിനിമ ഞാൻ എഴുതിയ സാധനം എഴുത്തിൻ്റെ സമയത്ത്, ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അനുഭവിച്ച ഒരു രാജഭാവം പിന്നെ എനിക്കില്ല ഒരർത്ഥത്തില്ല. പിന്നെ എൻ്റെ അല്ല അത്. ശ്രീ ഓക്കെ ആണല്ലോ അല്ലേ? ഇന്ദുചേട്ടന് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ഡയറക്ടറോട് വഴക്കുണ്ടാക്കേണ്ടി വരുമോ? വിഷമം തോന്നുന്നു? എൻ്റെ ഒരു പ്രകൃതം അതല്ല. എന്നുവെച്ചാൽ സംവിധായകൻ അയാളെ നമ്മളൊരു കലാകാരനായിട്ട് കണ്ടിട്ടാണ് നമ്മളുടെ കഥ നമ്മൾ കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മേലിൽ നമുക്ക് സംവിധായകൻ എന്നുള്ള വ്യക്തി വേറൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ചീഫ് കോർഡിനേറ്റർ. ഈ നമ്മളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരെ സംയോജിപ്പിക്കുന്ന ഒരാളാണ് പുള്ളി. അതിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ടെക്സ്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. നമുക്കൊരു മുൻധാരണ ഉണ്ടാവാം, ഇപ്പം ഇത് ഇദ്ദേഹത്തിന് ഇത് നമുക്ക് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ വൺസ് നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയുടെ മീറ്റർ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ കലാകാരൻ്റെ ലെങ്ത്ത് എല്ലാ സാധനങ്ങളും തീരുമാനിക്കാനുള്ള റൈറ്റ് ഈ സംവിധായകന് ഉണ്ട്. അപ്പം അതുകൊണ്ട് സിനിമ നന്നായാലും ചീത്തയായാലും കൂടുതൽ ഉത്തരവാദിത്തം സംവിധായകന് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഈ മീറ്റർ തീരുമാനിക്കുക എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പിന്നെ എഴുത്തുകാരൻ എന്ന് പ്രാഥമിക കഴിഞ്ഞ് പിന്നീട് വീണ്ടും രചനകൾ അതിന്മേൽ നടക്കുന്നുണ്ട്. ഒരു എഡിറ്റർ ഒരു വലിയ രചയിതാവാണ്. അയാൾ നമ്മൾ എഴുതി കൊടുത്ത സാധനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഇതാണ് അതിൻ്റെ യാത്രാപാത എന്ന് പുനർനിർണയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അത് അയാളുടെ ജോലിയാണ്. അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിൻ്റെ രൂപഭാവങ്ങൾ പിന്നീട് പിന്നെ ഈ ഒരു വലിയ പ്രോസസ്സിൻ്റെ അത് നമ്മൾ എവിടൊക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് വരും സംവിധായകൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അത് സാധനം. അപ്പം അതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ നമ്മുടെ കൃതി കൊടുക്കേണ്ടത്. ഈ ഒരു സംഗതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് നിങ്ങളുടെ കഥവിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇങ്ങനെ വന്ന് മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നല്ല, മനസ്സിലായില്ലേ? അപ്പം അപ്പം നമ്മളത് കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരാൾ എന്ന് വിചാരിച്ച രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അയാൾക്ക് പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നത് പലപ്പോഴും. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതി വരുമ്പോൾ നമ്മളെ ലിറ്ററേച്ചറിൽ നമ്മളൊരു ഭാഷ രൂപീകരിച്ചെടുക്കും, അല്ലെങ്കിൽ ഭാഷയില്ലായ്മ എന്തോ ഒന്ന് രൂപീകരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹരീഷ് ഏട്ടൻ്റെ ഒരു കഷ്ണം പേപ്പറിൽ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ഇത് ഹരീഷാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ഭാഷ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹരിയേട്ടൻ്റെയൊക്കെ അങ്ങനെ, ഹരിയേട്ടനെയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ഹരിയേട്ടൻ എന്ന് മനസ്സിലാകുന്ന ഇന്ദുചേട്ടനെ മനസ്സിലാകും നമുക്ക്. അത്തരത്തിൽ അവരുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്നും ഒരു ഭാഷയെ ആവശ്യമില്ലാത്ത സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ്? അതായത് നമ്മളുണ്ട് ഇത് എന്താ എഴുതി വെച്ചേക്കുന്നത്, നിന്റെ സാഹിത്യം എഴുതി വെക്കേണ്ട സ്ഥലമല്ല എന്ന്, ഇതിനുള്ള സ്ഥലമല്ല ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ലെഫ്റ്റ് അങ്ങ് എഴുതും, അങ്ങ് രസിച്ചങ്ങ് എഴുതും. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ പ്രാക്ടിക്കലി അത് എങ്ങനെയാണ്? ആ ഭാഷ ഇല്ലായ്മ അല്ലെങ്കിൽ ഭാഷ വേണ്ടായ്മ എന്ന് പറയുന്ന ആ സ്ഥലത്തെ എങ്ങനെയാണ് ഹരിയേട്ടാ? ഞാൻ എഴുതി തയ്യാറാക്കി അതിൻ്റെ സംവിധായകൻ ഇപ്പം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സിനിമ നിശ്ചയത്തിലെ ഒരു സിനിമയുണ്ട്. അത് ടി പത്മനാഭൻ്റെ കടൽ എന്ന കഥയുടെ സ്ക്രിപ്റ്റായിരുന്നു ഞാൻ എഴുതിയത്. ഷാജിൻ കരുൺ സംവിധാനം ചെയ്യാൻ വെച്ചൊരു സിനിമ. ഞാൻ ഈ പറഞ്ഞ ഈ നിശബ്ദതയുടെ ഒരു സാധനമാണ് വാക്കുകളുടെ. അതിലെ നായകനും നായികയും പരസ്പരം സംസാരിക്കുന്നില്ല. ഈ സംസാരിക്കാത്ത രണ്ടുപേരിൽ നിന്നാണ് ആ സിനിമ ഡെവലപ്പ് ചെയ്യുന്നത്. ആ കഥ അങ്ങനെ തന്നെ. അപ്പോൾ ഈ സംസാരിക്കാത്ത രണ്ടുപേരാണെങ്കിൽ സിനിമ മഹാബോറായിട്ട് മാറും. അവരെങ്ങനെയാണ് നമ്മൾ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ഒരാളായിട്ട്, ഈ രണ്ടുപേരെ കൂടെ മൂന്നാമത്തെ ഒരാളായി മറ്റൊരാളെ ആ കഥയിലേക്ക് കൊണ്ടുവന്നു. ഈ പറഞ്ഞ വാക്കുകൾക്കോ സൈലൻസിനോ അതിനെല്ലാം അപ്രസക്തമാക്കുന്ന ആ മറ്റൊരാൾ മ്യൂസിക്കായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ മൂന്നാമത്തെ ക്യാരക്ടർ തന്നെയായി ആ സിനിമയിലെ ഒരു നായക സ്ഥാനത്ത് തന്നെ സംഗീതത്തെ കൊണ്ടുവന്നു.
ഈ പറഞ്ഞ വാക്കുകൾ ഇല്ലാത്ത ഡയലോഗ്സ് കുറവായൊരു സിനിമയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. ചിലപ്പോൾ അങ്ങനെയാണ്, നമുക്ക് എന്താണ് ശരിയെന്നൊന്നും അറിയില്ല. ചില നേരത്ത് ആ സിനിമ ആവശ്യപ്പെടുന്ന സാഹിത്യമായിരിക്കാം. ഇപ്പം ഞങ്ങൾ ചെയ്ത ഒടിയൻ എന്നുള്ള സിനിമയിൽ ചില സ്ഥലത്ത് വാമൊഴിയുണ്ട്, പാലക്കാടൻ വാമൊഴിയുണ്ട്, ചില സമയത്ത് കവിതയുണ്ട്, ചില സമയത്ത് ശബ്ദത തമാശ പലതും. അത് ശരിയോ തെറ്റോ അത് പിന്നീട് എങ്ങനെ കാലം തീരുമാനിക്കും നമ്മളിപ്പോൾ അറിയില്ല. എങ്കിലും ഒരു സിനിമ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പോലെ തന്നെ, ജീവിതത്തിൽ ചില നേരത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കാതിരിക്കുന്നു, വൃത്തികേട് പറയുന്നു, നല്ലത് പറയുന്നു, പ്രേമിക്കുന്നു, പാട്ട് പാടുന്നു. ഇതുപോലെ തന്നെ സിനിമ. ആ സിനിമയിലെ ക്യാരക്ടേഴ്സ് അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് ഞാൻ എൻ്റെ ചോദ്യം ഇടതുവശത്തുണ്ടല്ലോ, നമ്മൾ എഴുതുന്ന ആ വിശദീകരണം, ഡയറക്ടർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു വിശദീകരണം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ലിറ്ററേച്ചർ ഉപയോഗിക്കാറുണ്ടോ? ഡീറ്റെയിലിംഗ് ഉപയോഗിക്കാം. ലിറ്ററേച്ചർ തന്നെയാണ് ഈ ഉപയോഗിക്കുന്നത്. സിനിമയുടെ ഒരു രീതി കൂടിയാണ്. ഇപ്പോൾ MT പത്മനാഭനൊക്കെ തുടങ്ങി വന്ന രീതിയാണ് ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ്. ഈ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ഉപയോഗിക്കാത്ത പരീക്ഷൻ്റെ എങ്ങനെയാണ് ഇത് അല്ല എന്ന് പറയാം. ഹരീഷേണ്ടത് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. ജല്ലിക്കെട്ട് പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ചുരുളി പോലെയുള്ള സിനിമകൾ ഒക്കെ ഈ നൻപകൽ നേരത്ത് മയക്കം, അല്ലെങ്കിൽ ലിജോയെ പോലെയുള്ള ഒരു ഡയറക്ടറുടെ കൂടെയാണ് ഹരീഷേട്ടൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലം എങ്ങനെയാണ്, ലിജോയുടെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലിജോയ്ക്ക് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ചേട്ടൻ? ഈ സിനിമയും സാഹിത്യവുമായിട്ട് ബന്ധമില്ലെന്ന് നമ്മൾ സാറിന് പറയാറുണ്ട്, സാഹിത്യ ഭാഷ ആവശ്യമില്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. കാരണം കലകൾക്ക് തമ്മിലൊരു ബന്ധമുണ്ട്. കലകളുടെ പ്രാഥമിക കാര്യം എന്ന് പറഞ്ഞാൽ അത് ധ്വനിപ്പിക്കുക എന്നുള്ളതാണല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ ധ്വനിപ്പിക്കുക, അത് കൃത്യമായിട്ട് എല്ലാ കലകളും ചെയ്യുന്നുണ്ട്. ചിത്രകല ചെയ്യുന്നുണ്ട്, പിന്നെ സിനിമ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇതിനകത്തും. അപ്പം നമ്മൾ കൂടുതലും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സാഹിത്യ ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? സാഹിത്യ ഭാഷ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അത് ആവശ്യമില്ല. ഒരു വകതിരിവ് സ്ക്രിപ്റ്റ് എഴുത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അത് ഒന്ന് അനാവശ്യമായ സാഹിത്യ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, കാരണം അതിൻ്റെ ആവശ്യം സിനിമയിലില്ല. പിന്നെ വിവരണങ്ങൾ, ഇപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞ പോലെ പരമാവധി വിവരണങ്ങളാകാം വേണമെങ്കിൽ. ഇപ്പോൾ ലിജോയ്ക്ക് അത് ആഗ്രഹിക്കുന്നതാണ്. പരമാവധി വിവരണങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും അവർക്ക് മനസ്സിലതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നമ്മളതിനെ പരിഗണിക്കേണ്ടത്. പരമാവധി വിവരണങ്ങൾ ഉൾക്കൊള്ളിക്കുക, പരമാവധി വേണ്ടത്ര മാത്രം. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ വകതിരിവ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നമ്മൾ സീനുകൾ ആലോചിക്കുമ്പോൾ ദൃശ്യഭാഷയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സീനുകൾ ആലോചിക്കാൻ. ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്ത് പണ്ടൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഏതോ ഒരാൾ സിനിമ സ്ക്രിപ്റ്റ് എഴുതി സീൻ ഒന്ന് സ്പേസ് എന്നാണ് പുള്ളി പറയുന്നത്. ഉടനെ സംവിധാനം ചോദിച്ചു, ക്യാമറ എവിടെ വെക്കുമെന്ന് ചോദിച്ചു. സ്പേസിലാണ് പറഞ്ഞത്, ഇത് എവിടെ കൊണ്ട് വെക്കുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതാൻ പറ്റില്ല, നമുക്ക് ഇത് കണ്ടിട്ടേ എഴുതാവുള്ളൂ. സാഹിത്യത്തിന് നമുക്ക് ഭാഷയിൽ എന്തും പ്രയോഗിക്കാം, എന്ത് സാധ്യതയുണ്ട്. സിനിമയിൽ അത് പറ്റില്ല. ഇതിന് മുമ്പേ ഹരിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ കൂട്ടായ പ്രവൃത്തിയാണ് ഇതിനാവശ്യം. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണ്. ഈ ഒരു മുറിക്കകത്തിരുന്ന് എഴുതുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ ആ കൂട്ടായ പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് സിനിമ എഴുത്തിൽ പ്രധാനം എന്നാണ് ഞാൻ കരുതുന്നത്. ഹരിയേട്ടൻ, നമ്മൾ ഈ ടറന്റിനോടൊക്കെ സ്ക്രിപ്റ്റ് നിങ്ങൾ ആ സിനിമകൾ കിൽ ബിൽ, പൾപ്പ് ഫിക്ഷനൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല എഴുത്തുകളിലൊന്നാണ് ടറന്റിനോയുടെ സ്ക്രിപ്റ്റ്. കാരണം ആ ഒരു സാഹിത്യം, സ്ക്രിപ്റ്റ്, രണ്ടും കൂടുതൽ അതിർവരമ്പ് മുഴുവൻ ടറന്റിനോ ലംഘിക്കാറുണ്ട്. നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റ് താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റഡ് വേർഷനുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. ഇപ്പോൾ കിൽബിലിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് വായിച്ചാൽ അറിയാം. കിൽബിലിൻ്റെ സ്ക്രിപ്റ്റ് യഥാർത്ഥത്തിൽ കവിതയാണ്. അത് ശരിക്കും ഒരു ആക്ഷൻ പോയട്രി ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ആക്ഷൻ പോയട്രി ആവുന്നത് അതിൽ കവിത ഉള്ളതാണ്. എങ്ങനെയാണ് ഒരു ആക്ഷൻ കവിതയാവുന്നത് എന്ന് നമുക്കറിയാൻ ഇതൊന്ന് സഹായകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ദുചേട്ടനെ സംബന്ധിച്ചുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ദുചേട്ടൻ നല്ല ഫീച്ചർ റൈറ്റർ ആയിരുന്നു. നമ്മൾ ഒരുപാട് ഫീച്ചറുകൾ ഇന്ദുചേട്ടൻ റൈറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചറുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഫീച്ചറിലേക്ക് പോകുമ്പോൾ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ നിന്ന് ഇത് ചെയ്യണം. സ്ഥലം ഭയങ്കര പരിമിതമായ, പത്രത്തിന്റെ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ നിന്ന് വേണം ഈ ഫീച്ചർ ചെയ്യാൻ. അതേ ഇന്ദു ഒരു തിരക്കഥാകൃത്തായിട്ട് മാറുമ്പോൾ ഈ വിശദീകരണത്തിന്റെ ഒരു സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എങ്ങനെയാണ് ഇന്ദുചേട്ടൻ ആ ഒരു ജേർണലിസ്റ്റ് പ്രാക്ടീസ് ചെയ്ത ഒരു ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റ്, അത് എത്രമാത്രം എളുപ്പമാക്കി ഇന്ദുചേട്ടനെ? ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം നമ്മളെ എങ്ങനെ സംവിധായകൻ ഉപയോഗിക്കുന്നു എന്നതിനെ പ്രതിയാണ്. ടെക്സ്റ്റ്, ലെഫ്റ്റ് വശത്തുള്ള ടെക്സ്റ്റ് വളരെ സുദീർഘമായിരിക്കണം, ഒരു നോവൽ പോലെ തന്നെ ടെക്സ്റ്റ് വിശദമായിരിക്കണം എന്ന് പറയുന്ന സംവിധായകർ എനിക്ക് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുന്ന, ഇപ്പം പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഇത് ലെഫ്റ്റ് ടെക്സ്റ്റ് ഭയങ്കരമായിരിക്കണം. ആ സംവിധായകന് ഉൾക്കൊള്ളുന്ന ഒരിതാണ്. മറ്റു പലർക്ക് ലെഫ്റ്റ് വേണ്ട, അവർക്കല്ലാതെ തന്നെ കുറച്ച് പിന്നെ അല്ലാത്ത തരത്തിലുള്ള
കാഴ്ചകൾ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ആ ലെഫ്റ്റിനെ സംബന്ധിച്ചുള്ള ധാരണ അദ്ദേഹം ഇത് ചെയ്തു. പക്ഷെ മറ്റേ അദ്ദേഹം ലെഫ്റ്റും കൂടെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളിയുടേതായ ഒരു ക്രമത്തിലേക്ക് ഇതിനെ മാറ്റുക എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായം അതിൻ്റെ അകത്തുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ എല്ലാം നമ്മൾ ഈ സംവിധായകൻ്റെ കാഴ്ച കാര്യം, നമ്മൾ ഈ കാഴ്ച പകർന്നു കൊടുക്കുക, നമ്മൾ കാഴ്ചയുടെ പ്രാഥമികമായ ഇത് പകർന്നു കൊടുക്കുക. ഇതിപ്പം നമ്മൾ ഒരു സ്ഥലം പറയുന്നു, ഇപ്പം ഞാനിപ്പോൾ കൊല്ലത്തൊരു പ്രദേശം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാല്യകാലത്തൊക്കെ ഉള്ള ധാരണയുണ്ട്, അദ്ദേഹം അത് കാണുന്നത് വേറൊരു കാലത്തോ വേറൊരു പ്രദേശത്തോ ഒക്കെ ഉള്ളൊരു കാഴ്ചയിലാണ്. ഇത് സിങ്ക് ചെയ്ത് വന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാര കിട്ടുന്ന വരെയുള്ള ഒരു വലിയ പ്രോസസ്സിങ് ഉണ്ട്. അപ്പം ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് എത്ര കണ്ട് റിസീവ് ചെയ്യുന്നത് എത്ര ഇത്, പിന്നെ ഒരു സിനിമയായി മാറുന്ന സമയത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള അവരുടെ സ്പേസിൽ വരുമ്പോൾ ഇത് മൊത്തം മാറുക, കവടം മറിയുക. നമുക്ക് സ്പേസ് എല്ലാം കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുന്നത്. അതാണ് ഇംപ്രവൈസേഷൻ എന്നൊക്കെ പറഞ്ഞത്. ഈ സ്ഥലത്തിരിക്കെ തന്നെ ഇംപ്രവൈസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അപ്പോഴൊന്നും ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഫിലോസഫിയോ ഇതിൻ്റെ ധാരയോ ഇതിൻ്റെ ഒരു ബാലൻസോ ഒന്നും പോകാതിരിക്കുക എന്ന് പറയുന്ന എന്നുണ്ട്. ഈ സങ്കല്പത്തിൻ്റെ ഒരു താളമുണ്ടല്ലോ, അപ്പം അത് എന്ന് പറയുന്നത് വളരെ നിഗൂഢമായൊരു കെമിസ്ട്രിയാണ്. ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കഥ നമുക്ക് ഒപ്പം പോകുന്നൊരു സംഗതിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കഥാകൃത്തിന് ഇതിനൊപ്പം പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പല സമയങ്ങളിലും വരാം. ഇത് മറ്റൊരു കാര്യമുള്ളത്, ഈ നമ്മൾ ഇപ്പൊ എഴുതുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഇവർ എഴുതുന്ന ആളുകളായിരുന്നു. നമുക്ക് എഴുതുന്ന ആളുകളായിട്ടാണ് ഇവരെല്ലാവരും അറിയാവുന്നത്. പിന്നീടാണ് നമ്മൾ ഇവരെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് നമുക്ക് തിരിച്ചറിയുന്നത്. അവിടെ ഒരു പ്രശ്നം ഹരീഷേട്ടാ, നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ സിനിമയായിട്ട് ചിന്തിക്കുവോ കഥകൾ, അതോ അല്ല നമ്മളുടെ അതായത് ലിറ്ററേച്ചറിനെ അത് മിക്സ് ചെയ്യുവോ? അതായത് ഒരു സിനിമ ലിറ്ററേച്ചറിന്റെ ഒരു സ്വഭാവത്തെ തിരിച്ചത് ബാധിച്ചിട്ടുണ്ടോ? ഈ സിനിമ എഴുത്തിന്റെ ശീലം തിരിച്ച് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അതിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് രണ്ട് മീഡിയമല്ലോ. ഒന്ന് ഭാഷയാണ്, മുമ്പ് ലാസർ പറഞ്ഞ പോലെ, ഒന്ന് ദൃശ്യമാണ്. ഇത് രണ്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന മലയാള സാഹിത്യത്തിലെ വായനയെ ദൃശ്യഭാഷ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ എഴുത്ത്, ഇപ്പം കഥകളല്ല നോവലുകൾ, ഇപ്പം ലാസറിൻ്റെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആൾക്കാരെപ്പോഴും പറയുന്നത് എന്താണ്, അതിനകത്ത് വളരെ വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടെന്ന് പറയാറില്ലേ? പലപ്പോഴും പറയാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിലുള്ള 100 കണക്കിനല്ല 1000 വിഷ്വലുകൾ, നമ്മുടെ ഡിവൈസിൽ 1000 വിഷ്വലുകൾ ഒരു ദിവസം നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ല 100 കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ കാഴ്ചയെ മാറ്റിമറിച്ചിട്ട് നമ്മൾ ഇന്നൊരു പഴയ പുസ്തകം എടുത്ത് വായിക്കുക, സുന്ദരികളും സുന്ദരന്മാരും വായിക്കുക. നമ്മൾ വിഷ്വലായിട്ടാണ് പലപ്പോഴും അത് ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുക, നമ്മൾ വിഷ്വലായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. ഒരു 50 വർഷം മുമ്പുള്ള മനുഷ്യൻ അങ്ങനെയല്ല അതിനെ ഉൾക്കൊള്ളുന്നത്. ആ മാറ്റം ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തിലല്ല സിനിമ സ്വാധീനിച്ചിരിക്കുന്നത്, വായനയിലാണ് സ്വാധീനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എഴുത്തുകാരൻ വായിക്കുമ്പോൾ എഴുതുമ്പോൾ സിനിമ ആലോചിച്ചാൽ എഴുത്ത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഹരീഷേട്ടന് എനിക്ക് തോന്നുന്നു ഹരീഷേട്ടൻ ആ ലിറ്ററേച്ചർ അതിനെ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എഴുത്തിലല്ലേ? അതെ, ഞാൻ കുറേ വർഷമായി പത്രപ്രവർത്തനത്തിൽ മുഴുകുന്ന ഒരാളാണ്. സിനിമ അതിൻ്റെ കൂടെ ഒഴുകുന്ന മറ്റൊരു ധാര മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഞാൻ എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ പൊതുവെ വിഷ്വലായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. പത്രത്തിൽ എഴുതുന്നതിലൊക്കെ അങ്ങനെ ഇപ്പോഴും ചെയ്യാറുണ്ട്. സിനിമ അങ്ങനെ കാണുന്നു. എനിക്ക് വേറൊരു സാധനം പറയാനുള്ളൂ. മുമ്പ് ഹരീഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ്. മുമ്പ് നമ്മൾ കാര്യങ്ങൾ കണ്ടിരുന്നത്, നിങ്ങൾ പ്രായമുള്ളവർ, എൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ എൻ്റെ കോളേജിൽ ലാസ്റ്റ് വർക്കിൻ്റെ ഓർമ്മിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണം ഓർമ്മിക്കുന്നു. അതൊരു 30 കൊല്ലം മുമ്പാണ്. ആ ഓർമ്മ എന്നിലുള്ളത് അത് സ്റ്റിൽ ഫോട്ടോസായിട്ടാണ്. അതിൻ്റെ ഓഡിയോ ട്രാക്കിൽ അല്ലെങ്കിൽ ചെറിയ കരച്ചിൽ, ചില സംസാരങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നീട് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു കുട്ടി, ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ഓർമ്മിക്കുന്നത്, അവൻ്റെ പ്രണയം ഓർമ്മിക്കുന്നത്, അതിൻ്റെ വിരഹം ഓർമ്മിക്കുന്നത് ഓർമ്മകളെ വിഷ്വലാക്കിയിട്ടാണ്. ആ വിഷ്വലിന് ചിലപ്പോൾ ഐമാക്സിൻ്റെ വലിപ്പം കാണും പ്രണയത്തിൻ്റെ. അതിന് ഡോൾബി അറ്റ്മോസിലായിരിക്കും അവളുടെ സംസാരം വരുന്നത്. ഈ ഓർമ്മകളുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ നിന്ന് ഈ വലിയൊരു വേറൊരു തരത്തിലേക്ക് ഫോർമാറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ എല്ലാ ഓർമ്മകൾ വിഷ്വലായിട്ട് അപ്പോൾ എഴുതപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നമ്മള് സത്യത്തിൽ എല്ലാവരും സിനിമാക്കാരാ.
നമ്മുടെയൊക്കെ കയ്യിലൊരു സിനിമാ കഥയുണ്ട്. ആ സിനിമാ കഥ ഭയങ്കര ഗംഭീര സിനിമാ കഥയാണ് എന്ന് കരുതുന്നവരാണ് നമ്മൾ. ആ സിനിമാ കഥ, ആ സിനിമ എന്നെടുത്ത് ലാലേട്ടൻ അങ്ങ് അഭിനയിച്ചിരുന്നതിൽ കോടികൾ ഒട്ടിക്കാൻ പറ്റുമായിരുന്നില്ലേ? എൻ്റെ ആ സിനിമ ചെയ്തിരുന്നതിൽ 300 കോടിയുടെ സിനിമയല്ലേ ഈ ചെയ്യാതിരിക്കുന്നത്? നമ്മുടെയൊക്കെ ഒരു തോന്നലാണ്. അപ്പൊ ഈ ഇന്ദു ചേട്ടാ, ഇങ്ങനെയുള്ളൊരു തോന്നലുണ്ടല്ലോ, അതപ്പം ഞാൻ ചോദിക്കുന്നതേ, ഇതൊക്കെ ഇതല്ല പണി. ഇത് നമ്മൾക്കൊക്കെ അങ്ങ് സിനിമയിലേക്ക് ചെല്ലുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ സിനിമയുടെ, അല്ലെങ്കിൽ ഒരു സാധനം ഹിറ്റാകുക, അല്ലെങ്കിൽ ഒരു സിനിമ ഹിറ്റാകുക, അതായത് എഴുത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ലാത്തൊരു ബാധ്യതയുണ്ട്. എഴുത്തിന്റെ സമയത്ത് നമുക്ക് അങ്ങനെ വായനക്കാരനെ ഒരാൾ വായിച്ചാലും മതി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു വായനക്കാരനെയോ അങ്ങനെ ഒരു ജനപ്രിയതയോ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ ആ ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പൊ ഞങ്ങൾ അഡ്വർടൈസ്മെന്റിലൊക്കെ ഞങ്ങൾ പറയുന്ന ആ ഒരു നിശ്ചിതമായിട്ടുള്ള ഓഡിയനെ കൃത്യമായി കാണണമല്ലോ. അത് ആ ഒരു പണിയിലേക്ക്, അതെങ്ങനെയാണ്, ആ യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെയാണ് ഇന്ദുചേട്ടനൊക്കെ എത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെ നമ്മൾ ഈ ഇമാജിനേഷനെ ഭയങ്കരമായിട്ട് പരിമിതപ്പെടുത്തുന്നൊരു കലയാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ഇമാജിനേഷന് പരമാവധി സ്പേസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം നമ്മുടെ കൃതികൾ നമ്മൾ എഴുതുന്നത്. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു കഥാപാത്ര വിവരണമൊന്നും നടത്താറില്ല. ഇയാൾ കറുത്തിരിക്കുന്നു അല്ലെങ്കിൽ വെളുത്തിരിക്കുന്നു, ഇയാൾക്ക് എത്ര പൊക്കമുണ്ട്, ഇയാളുടെ മീശയുടെ സംഗതി, ഇതൊന്നും സാമാന്യഗതിയിലില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഭാവനയുള്ളൊരു മനുഷ്യൻ ആയതുകൊണ്ടാണ് അയാൾ ഈ വായനയിലേക്ക് ഇയാൾ വന്നത്. എല്ലാ ആൾക്കാരും ഒന്നും പുസ്തകം വായിക്കാറില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു വായനക്കാരനെ നമ്മൾ കാണുന്നത്. നമ്മളൊരു കഥ പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഇമാജിനേഷൻ അയാൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. നമ്മൾ എഴുതുമ്പോൾ അയാളിരുന്ന് വായിക്കുക. എന്നെക്കാൾ കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ ബുക്ക് ഇത് ചെയ്യുന്നത്. അപ്പം ആ ബോധ്യമാണ് നമ്മൾ റൈറ്റിങ്ങിലേക്ക് വന്നത്. മറ്റത് പോവുക എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെയാണ് ഇത് ഒതുക്കി പറയണോ, ഇത് ലൗഡായിട്ട് പറയണോ, പരത്തി പറയണോ എന്നുള്ള ഈ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഇത് പറയുന്നത് ഇതിനെ ഏത് തരത്തിലാണ് ഈ ആൾക്കാർ റിസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, നമ്മളുടെ ഒരു സിനിമ രീതികളിൽ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിലേക്ക് ഒരു വലിയ സ്റ്റാറിൻ്റെ തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് ആൾക്കാർ ചെല്ലുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ഷോ കാണുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൽ അമിതമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ചെല്ലുന്നൊരു ഓഡിയൻസാണ്. അപ്പോൾ ഈ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ താരം ആവണമെന്നില്ല. മലയാള സിനിമയുടെ ഒരു വലിയ മെച്ചം എന്തെന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർ താരങ്ങൾ പോലും ഞാനല്ല പ്രധാനപ്പെട്ട റോൾ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ ആദ്യത്തെ ഒന്നോ രണ്ടോ സമയങ്ങളിൽ വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന ഇത് എന്ന് പറയുന്നത്, അദ്ദേഹം കാണുന്ന അവരുടെ കാഴ്ചയും കാഴ്ചപ്പാടും അവരുടെ പ്രതീക്ഷയും വേറെയാണ്. മാത്രമല്ല പിന്നീട് ഈ അഭിപ്രായ സാധനങ്ങൾ തന്നെയാണ് ഒരു ഇരുത്തം വന്ന കാഴ്ചക്കാരൻ കൂടുതലും കുറച്ച് സമയമെടുത്ത് ഇതൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സർഫസ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഇതാണ്. ഇയാൾക്ക് പിന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ കാഴ്ചയിൽ എനിക്ക് അപാകം ഫീൽ ചെയ്തില്ല. ആർട്ടാണ്, എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. എല്ലാം തികഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടല്ല. ഞാൻ അപാകമുള്ളൊരു വ്യക്തിയാണ്. ഇതിൻ്റെ സ്ട്രക്ചറിങ്ങിൽ എല്ലാ അപാകങ്ങളും കൂടെ ചേർന്നാണ് ഞാൻ ഇതിനെ ഉൾക്കൊള്ളുന്നത്. അല്ലാതെ ഏറ്റവും ഭയങ്കര നല്ല, ഇപ്പം റിവ്യൂസിൻ്റെ സ്ഥാനം ഏറ്റവും നല്ല സിനിമ, ഏറ്റവും ഇതായിട്ടുള്ള സിനിമ എന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഈ ആർട്ടിൻ്റെ നിരൂപണം വരുന്നു. രണ്ടാമതൊരു കാര്യം, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപന അല്ലല്ലോ. ഈ സിനിമയെ സംബന്ധിച്ച് നല്ല ഒരു കാഴ്ചയാണല്ലോ എനിക്കിത് കിട്ടിയത്. പേഴ്സണൽ സാധനം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നാലെ ഈ വരുന്നൊരു സോഷ്യൽ അപ്പോഴത്തേക്കുള്ളൊരു ഇത് വന്നത് ഇതിനെ മൊത്തം കില്ല് ചെയ്തുകൊണ്ടുള്ള ഇത് വരിക ചെയ്തു. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ റൈറ്റർ ഇതിനെയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ അതിഭീകരമായ അവസ്ഥയാണ് ഇതിൻ്റെ നിർമ്മാതാവിനെയും സംവിധായകരെയും സംബന്ധിച്ചുള്ള ബാധിക്കുന്നത്. ഇതിൽ ഇപ്പം ഇവർ കഥയൊക്കെ എഴുതിയിട്ട്, ഹരീഷനെ കഥയൊക്കെ എഴുതി നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഹരീഷേട്ടന് മമ്മൂക്കെ എങ്ങനെയാണ് ഈ കഥയിലേക്ക് പിച്ച് ചെയ്യണമല്ലോ, ഇതൊന്ന് പറഞ്ഞ് ബോധിപ്പിച്ചെടുക്കണമല്ലോ. നിങ്ങൾക്ക് 3 പേർക്കും അത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഒരു വായനക്കാരനോട് കഥ എഴുതി പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുള്ള നിങ്ങൾ
ഇത് പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, എങ്ങനെ ഇവരോടൊക്കെ അത് മാത്രമല്ല, അതിൽ വേറെ റിസ്ക് കൂടിയുണ്ട്. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച 10-20 കഥകൾ, ജീവിതത്തിൽ കഥകൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് എങ്ങനെയാണ് നിങ്ങൾ ഈ കഥ പറയുന്നത്? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് മലയാള സിനിമയിലെ ഏറ്റവും വേണ്ട കഴിവ് കഥ എഴുതാനുള്ള കഴിവല്ല, കഥ പറയാനുള്ള കഴിവാണ്. തോർത്ത് വീശിയ കഥ പറയണം, എന്നാലേ ഏക്കത്തുള്ളൂ. ചില ആൾക്കാർ കഥ പറയുന്നതായിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം കഥയ്ക്കകത്തൊന്നും കാണില്ല, പക്ഷെ അവർ അതിസമർത്ഥമായിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കും. പക്ഷെ അതൊന്നും കാണില്ല അതിനകത്ത്. പക്ഷെ അതൊരു കഴിവാണ്. കഥാപ്രസംഗം പോലെ കഥ പറയുന്ന ആൾക്കാരുണ്ട്. രാവിലെ 4 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ അവർ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് കഥ പറയും. അങ്ങനത്തെ മനുഷ്യരുണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അത് മലയാള സിനിമ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കഥ പറയാൻ അറിഞ്ഞൂടോ, വലിയ പാടാണ്. ഞാൻ മിക്കവാറും എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധപ്പാട് വന്നിട്ടില്ല, എനിക്ക് വലിയൊരു പാട് വന്നിട്ടില്ല. അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ ചെന്നപ്പോഴേ മമ്മൂക്കയ്ക്ക് മനസ്സിലായി ഇവന് വലിയ കഥ പറയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് എഴുതിക്കൊണ്ട് ഞാൻ വായിച്ചപ്പോൾ ഓക്കെ ആയി. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വായിച്ചപ്പോൾ ഓക്കെ ആയി. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നന്നായി ഇപ്പോൾ ശ്യാം പുഷ്കരൻ നന്നായിട്ട് കഥ പറയുന്ന ആളല്ല, പക്ഷെ നല്ല തിരക്കഥകൾ എഴുതും. പക്ഷെ മലയാള സിനിമയിൽ ഇന്ന് വന്നിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഈ കഥ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ മാത്രം അല്ലെങ്കിൽ ശ്രദ്ധ വെക്കുന്നതിൻ്റെ ഒരു കുഴപ്പം മലയാള സിനിമയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതിലാണ് ശ്രദ്ധ കൂടുതൽ. അതെങ്ങനെയാണ്, അതിലാണ് താരങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവരെ കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. സംവിധായകർ പോലും പലപ്പോഴും അതിലാണ് ശ്രദ്ധിക്കുന്നത്. അതൊരു ഭയങ്കര അപകടകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ല വേണ്ടത്. ഒരു പ്രൊജക്റ്റിന് കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവല്ല വേണ്ടത്. ഒരു തവണ തമിഴിൽ യാദൃശ്യമായിട്ടൊരു കഥ പറയാൻ ഞാനും ലിജോയിൽ പോയപ്പോഴത്തേക്കും, തമിഴ് കഥ പറയാൻ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ, തമിഴ് വല്ലതൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു പ്രശസ്ത സംവിധായകൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു താരത്തോട് കഥ പറയാൻ വേറൊരാളെ സംഘടിപ്പിച്ച് തരാം, അയാളോട് കഥ പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ രാവിലെ താരത്തോട് കഥ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇയാളെ കാണുന്നു. ഇയാളൊരു മലയാളിയാണ്, കണ്ണൂരുകാരനാണ്. പക്ഷേ അയാൾ തമിഴിൽ സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളി കഥ പറയുന്ന ഒരു അപാര വിദഗ്ധനാണെന്ന് പറഞ്ഞാൽ പുള്ളി വന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ മലയാളത്തിൽ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് കേൾപ്പിച്ചൊരു കഥ പുള്ളി ഒരു 3/4 മണിക്കൂർ എടുത്ത് തിരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പുള്ളി ആ കഥ പറഞ്ഞാൽ ഏത് നടനാണെങ്കിലും കമന്ന് വീഴും, അങ്ങനെ കഥ പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈദഗ്ധ്യം ഇക്കാര്യത്തിൽ വേണം. പലപ്പോഴും ഒരു കച്ചവട സിനിമയുടെ ഭാഗമായിരിക്കാൻ അത് വേണം. അതില്ലാത്തത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് വലിയ പാടാണ് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ. ഹരിഹരൻ അതുപോലെ തന്നെയാണ്. ഹരിഹരൻ കുട്ടിസ് റാങ്കിലാണെങ്കിലും മമ്മൂക്കയുണ്ട്, ലാലേട്ടൻ തുടങ്ങി, അല്ലെങ്കിൽ ഷാജി സാർ തന്നെ. ഷാജി സാറിനോടൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇത് പറയുക തന്നെ വേണമല്ലോ പലപ്പോഴും, ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും വേണ്ടി എഴുതിയിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് വേണ്ടി കഥ പറഞ്ഞത് ഡയറക്ടർ തന്നെയാണ്, ഷാജി സാറാണ്. പക്ഷേ ഞങ്ങൾ സ്ത്രീക്ക് ഓർമ്മ ഉണ്ടാവും, ഞങ്ങൾ ഒടിയൻ്റെ കഥ മുഴുവനായിട്ട് മോഹൻലാലിനോട് പറഞ്ഞിരുന്നില്ല. ഈ പറഞ്ഞ പോലെ, ഹരീഷ് പറഞ്ഞ പോലെ തന്നെ കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. എഴുതാൻ നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു സീൻ എഴുതി അയച്ചു. ഒടിയൻ്റെ ഒരു പിറവി ഒറ്റ സീനെന്നാണ്. ആ സിനിമയിൽ ഒരു സീൻ മാത്രം എഴുതി അദ്ദേഹത്തിന് മെയിൽ ചെയ്തു. ഞങ്ങൾക്ക് അറിയുന്നതായിരുന്നു, ഓർമ്മയുണ്ടാവും. ആ ഒരു സീൻ വായിച്ചിട്ടാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് സമ്മതിക്കുന്നത്. ഇത് പിന്നീട് മുഴുവൻ സ്ക്രിപ്റ്റൊക്കെ എഴുതേണ്ടി വന്നു. എന്നാലും കഥ പറഞ്ഞ് ഫലിപ്പിക്കുന്ന അതുപോലത്തെ ഒരു, എനിക്കറിയില്ല എപ്പോഴും എങ്ങനെയാണ് സിനിമയുടെ കഥ പറയാമെന്ന്. അത് വേറൊരു കലയാണ്, നമുക്കറിയില്ല, എഴുതാനേ അറിയുള്ളൂ. ഇന്ദുചേട്ടന് ഇതുപോലെ തന്നെ, ഇന്ദുചേട്ടനായിരിക്കും കൂടുതൽ അടുത്ത കാലത്ത് കൂടുതൽ കഥ പറഞ്ഞിട്ടുണ്ടാകാം, കൂടുതൽ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഒരുപാട്. എന്താ ഇന്ദുചേട്ടന് എൻ്റെ കഥ പറച്ചിലിൻ്റെ രീതി എന്താ? ഞാനങ്ങനെ കഥ പറഞ്ഞിട്ടില്ല. എഴുതിക്കാനല്ല, ഞാൻ എഴുതി സംവിധായകന് അയച്ചു കൊടുക്കുകയും സംവിധായകൻ സാമാന്യഗതിയിൽ നടനിലേക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ് സാമാന്യഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഞാനല്ലാതെ ഒരു തിരക്കഥ 2 മണിക്കൂർ കൊണ്ട് വായിച്ചു ഇത് ചെയ്തന്നല്ലാതെ എനിക്കൊരു അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് കാര്യമായി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ റൈറ്റേഴ്സ് ആയതുകൊണ്ട് സാമാന്യഗതിയിൽ ഒരു പുസ്തകത്തിനെ അവലംബിച്ച് ഒരു സംവിധായകൻ വരികയും അത് നമ്മൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഏകദേശം ഇതാണെന്ന് വരികയും മറ്റാരെങ്കിലും കൂടെ നമ്മുടെ കൂടെ തിരക്കഥയിൽ പിന്നീട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയും അപ്പം ലൊക്കേഷനുകളിലൊക്കെ അവർ പോവുകയൊക്കെ ചെയ്യുന്ന തരം ഒരു പ്രോസസ്സിങ്ങാണ് ഞാൻ പിന്തുടർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനൊരു മുന്നിൽ വന്നിരുന്ന് നടന്മാരമായ ദീർഘമായ എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അങ്ങനെ സുദീർഘമായ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു അടുപ്പമല്ല. ഞാൻ ഇത് സംവിധായകനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ്. പിന്നീട് കുറച്ചൊക്കെ വരാമുണ്ട്. പിന്നെ ഒരു കാര്യം ചേട്ടാ, ഇപ്പം നമ്മൾ മലയാള സിനിമ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള നിലയ്ക്ക് വളരുന്നു,
വലിയ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, മാറുന്നു എന്നൊക്കെ പറയുന്ന വലിയൊരു സ്ഥലം നൽകുന്നു. ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് അത് വലിയ തോതിലുള്ള മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായും ആ ഏരിയയിലല്ല ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായും നിങ്ങൾ ഈ പറയുന്ന ഓഡിയനെ, ഈ പറയുന്ന മലയാളി ആരാണ് എന്ന് സ്വാഭാവികമായും നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ടുണ്ടാകും. എന്താണ് ഹരീഷ് ചേട്ടാ മലയാളി, ഈ മലയാളി, ഈ തിയേറ്ററിൽ വരുന്ന മലയാളി ആരാണ്? മലയാളി എന്താണ്? മലയാളി പലപ്പോഴും മലയാളി പ്രേക്ഷകൻ കുറച്ചുകൂടെ റിയലിസത്തോട് ആഭിമുഖ്യമുള്ള പ്രേക്ഷകനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തമിഴ് സിനിമ, അല്ലെ തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ, അതിഭാവത്വമുള്ള രംഗങ്ങൾ നമ്മൾ സഹിക്കും, നമ്മൾ കൈയടിക്കും. രജനീകാന്തിൻ്റെ സിനിമ കണ്ട് നമ്മൾ കൈയടിക്കും, ഹിന്ദി എന്നുള്ള സിനിമകൾ കണ്ട് നമ്മൾ കൈയടിക്കും, അതിന് ആർപ്പ് വിളിക്കും. പക്ഷെ മലയാളി പ്രേക്ഷകൻ മലയാള സിനിമയിൽ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ പ്രമേയങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള KPSC നാടകങ്ങളുടെ സ്വാധീനം, പണ്ട് പോലെയുള്ള സോഷ്യലിസ്റ്റ് റിയലിസ്റ്റോടുള്ള ആഭിമുഖ്യം, ഇതെല്ലാം കൊണ്ടായിരിക്കും. നമുക്ക് അതിനോടാണ് നമ്മുടെ പ്രേത സിനിമകൾ എടുത്താൽ പോലും അതിനകത്തൊരു യുക്തി നമ്മൾ കൊണ്ടുവരാൻ നോക്കും. കൃത്യമായിട്ട് ഫാൻറ്റസി സിനിമ എടുത്താലും അതിനകത്തൊരു യുക്തി കൊണ്ടുവരാൻ നോക്കും നമ്മൾ. വളരെ മനോഹരമായ ഫാൻറ്റസി സിനിമകൾ മലയാളത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഗന്ധർവൻ പോലെയുള്ള അതിമനോഹരമായ സിനിമ മലയാളത്തിൽ ഒരു സമയത്ത് പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അതാണ് മലയാളിക്ക് കൂടുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഫാൻറ്റസിയേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ്റെ സാധ്യതയേക്കാളും കൂടുതൽ റിയലിസത്തോടാണ് ആഭിമുഖ്യമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, അത് എഴുത്തിലും അങ്ങനെയുണ്ട്, കഥയിലും നോവലിലും എല്ലാം അങ്ങനെയുണ്ട്. പക്ഷെ മലയാളി അതിനെ ഒരു വായനക്കാരല്ല, ആസ്വാദനം എന്നുള്ള രീതിയിൽ അതിനെ മറികടക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതല്ല വേണ്ടത്, അതിലും ഒരു പടിയും കൂടെ മുന്നോട്ട് കയറണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ. അതിനകത്ത് ഒരു പാത്രക്കടയ്ക്കകത്ത് ലാബ്രിന്ത് ഉണ്ടാക്കിയ ഒരു അനുഭവം, നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലാബ്രിന്ത് എന്ന് പറയുന്ന മനോഹരമായ സങ്കല്പം, നമ്മളത് ഒരു പഴയ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയ്ക്കകത്തേക്ക് പരാജസാറ് കൊണ്ടുവരുന്നത് കാണാം. പലപ്പോഴും ഇപ്പോഴാണ് നമ്മളതിനെ ഉൾക്കൊള്ളുന്നത്. അന്നത്തെ ആൾക്കാർക്ക് അത് അത്ര കണ്ട് ഉൾക്കൊള്ളുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മലയാളി കുറച്ചുകൂടെ ഫിക്ഷൻ്റെ സാധ്യതകൾ, റിയലിസത്തിനപ്പുറമുള്ള ഫിക്ഷൻ്റെ സാധ്യതകളെ ഉൾക്കൊള്ളണം എന്നൊരു അഭിപ്രായമാണ് സിനിമയുടെ കാര്യത്തിലും എഴുത്തിൻ്റെ കാര്യത്തിലും എനിക്കുള്ളത്. ഹരിയേട്ടൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ എഡിറ്റോറിയലിലൂടെ ദിവസവും മലയാളിയെ വേറൊരു തരത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെയും ഹരിയേട്ടനോടും, കാരണം ഇന്ന് ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ടോ ഈ മലയാളിയെ? കാരണം ഇങ്ങനെ എന്താണ് മലയാളി, ആ തിയേറ്ററിൽ വരുന്ന മലയാളി, ആ തിയേറ്ററിൽ വരുന്ന മാറ്റം, അത് ഹരിയേട്ടനെ ഒന്ന് വിലയിരുത്താവും. എനിക്ക് തിയേറ്ററിൽ വരുന്ന മാറ്റം, മലയാളിയുടെ അഭിരുചിയിൽ വന്ന മാറ്റം ഏറ്റവും നന്നായി അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ ഇപ്പോൾ ഷോസ് കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എക്കോ. എന്താണ് ആ സിനിമയുടെ പ്രത്യേകത? ആ സിനിമ മലയാളി പ്രേക്ഷകരുടെ ഒരു മാറുന്ന, അല്ലെങ്കിൽ ആ പ്രേക്ഷകൻ്റെ വളർച്ചയുടെ ഒരു അടയാളപ്പെടുത്തലായിട്ട് എനിക്ക് തോന്നുന്നു. അത്രയും മൾട്ടി ലെയർഡായിട്ടുള്ള സിനിമ. ഇപ്പം നമുക്ക് ഈ വർഷം ഏറ്റവും ഹിറ്റായ ഹോളിവുഡ് സിനിമകളിലൊന്നാണ് സിന്നേഴ്സ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ സിന്നേഴ്സിൻ്റെ പ്രത്യേകത, ഞാൻ മലയാളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സിന്നേഴ്സ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മൾ ഇത്രയും ലെയറുകളുള്ള ഒരു സിനിമ, പലതരത്തിൽ വായിക്കപ്പെടാവുന്ന സിനിമ. എക്കോയ്ക്ക് അങ്ങനെയുണ്ട്, പലതരത്തിൽ വായിക്കപ്പെടാവുന്ന. ഇപ്പോൾ നമുക്ക് സിന്നേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, സിന്നേഴ്സ് ഒരു ഹൊറർ സ്റ്റോറിയാണ്, അതേസമയം അത് ഒരു ബ്ലാക്ക് പൊളിറ്റിക്സ് പറയുന്ന സ്റ്റോറിയാണ്, അതൊരു മ്യൂസിക്കലാണ്. ഇങ്ങനെ പല ലെയറുകളിൽ കൂടി പോകുന്ന ഒരു സിനിമ. ഇതുപോലെ തന്നെയാണ് എക്കോ. വരുംകാലത്ത് അധികം വൈകാതെ മലയാള സിനിമകൾ കൂടുതൽ ലെയറുകൾ കൈവരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളികളും മലയാളിയുടെ ജീവിതത്തിലും പുതിയ ലെയറുകൾ, നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ അടരുകൾ, പുതിയ ഭാവുകത്വ ശേഷിയുടെ പുതിയ പ്രതലങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ. അതായത് ഇപ്പോൾ എനിക്ക് 10 വർഷം മുമ്പുള്ള അടരല്ല എനിക്കുള്ളത്. ഞാൻ ജീവിതത്തെ കാണുന്ന രീതി മാറി, എൻ്റെ മോള് കാണുന്ന രീതി മാറി. അപ്പോൾ ഈ ഭാവുകത്വത്തിൻ്റെ ഈ മാറ്റം അത് എഴുത്തിലുണ്ട്, സിനിമയിലുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട്. മലയാളി മാറുന്നു, ലോകം മാറുന്ന പോലെ തന്നെ മലയാളിക്ക് പ്രത്യേകിച്ചൊരു വിശേഷമൊന്നും ഇല്ല തോന്നുന്നു എനിക്ക്. ഇന്ദുചേട്ടന്റെ ആ ഒരു മലയാളി ആരാണ്? ഇന്ദുചേട്ടൻ അങ്ങനെ ഒരു മലയാളിയെ കാണാൻ പറ്റുന്നുണ്ടോ? കാരണം സ്വാഭാവികമായിട്ട് ഈ പണിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് എൻ്റെ ചോദ്യം. വ്യക്തമായും അങ്ങനെ ഒരു ആർക്ക് വേണ്ടി എന്ന് കൃത്യമായി തന്നെ അറിഞ്ഞു ചെയ്യേണ്ട ഒരു പണിയാണല്ലോ. മലയാളി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രേക്ഷക വൃന്ദം ആണ്. നമ്മളിപ്പം കേരളത്തിലെ നമ്മളിപ്പം കൊണ്ടാടപ്പെടുന്ന സിനിമാ തിരക്കഥാകൃത്തുകൾ പലരും 40കളിലോ അയാളുടെ 50കളിലോ ജീവിതം അവസാനിച്ച ആൾക്കാരാണ്. നിങ്ങൾ പി പത്മരാജനെ എടുക്കുക, ലോഹിതദാസിനെ എടുക്കുക,
അങ്ങനെ ഇപ്പം ഭരതനെ എടുക്കുക, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടാടപ്പെടുന്ന സിനിമകളിലൊക്കെ അവരനുഭവിച്ച, അല്ലെങ്കിൽ ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അനുഭവിച്ച ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു 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 വിജയം ആ സമയങ്ങളിൽ അവരെ അർഹമായ രീതിയിൽ വന്നിട്ടില്ല. പിന്നീട് അത് റീഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണത്. മലയാളി അത് റിസീവ് ചെയ്യുന്ന ഒരു 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 തോത് എന്ന് പറയുന്നത്, ഇവർക്ക് അഗാധമായ ധാരണാശേഷി ഇതുകൊണ്ട്, ഇരുത്തമുണ്ട്. അപ്പോൾ ഈ ഇരുത്തത്തിൻ്റെ കാരണത്താൽ പലപ്പോഴും വളരെ വൈകി മാത്രമാണ് അവരതിനെ ഒരു 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 ക്ലാസ്സിലേക്ക് അതിനെ മാറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് 3 പേരോടും കൂടി ഒരൊറ്റ ചോദ്യം. നിങ്ങൾക്ക് പിള്ളേരെ പേടിയുണ്ടോ? പിള്ളേരെ, നമ്മുടെ ഈ പിള്ളേരുണ്ടല്ലോ, പുതിയ പിള്ളേര്, അവരെങ്ങനെ പേടിയുണ്ടോ? അവർക്ക് മലയാളം അറിയില്ല, ആരാന്ന് പറഞ്ഞാൽ അറിയില്ല, ഗാന്ധിജിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതാരാന്ന് ചോദിക്കും. ആ പിള്ളേരില്ലേ, അവരാരാ ചേട്ടാ? അവരെ പേടിയുണ്ട്? നിങ്ങൾ അവരാണല്ലോ. രണ്ടാമത്തെ കാര്യം, എക്കോ പോലൊരു സിനിമയോ ലോക പോലൊരു സിനിമയോ നമ്മൾ ഈ വിജയിപ്പിക്കുന്നു എന്ന് പറയുന്ന എല്ലാ സിനിമയും വിജയിപ്പിക്കുന്ന അവരാണെന്നേ. നിങ്ങൾ എങ്ങനെയാണ് ഈ പിള്ളേരെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പിള്ളേരെ കാണുന്നത്? എങ്ങനെയാണ്? എനിക്ക് പിള്ളേരെ അല്ല, കാർന്നോന്മാരെ പേടി. പിള്ളേരൊരു കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ഈ രോമാഞ്ച സിനിമ കാണാൻ പോയി ഞാൻ ഭാര്യ കുട്ടികൾ പോയി കണ്ടു. അപ്പം ഞാനിങ്ങനെ ആൾക്കാരുടെ പ്രതികരണം ശ്രദ്ധിക്കുമായിരുന്നു. അതിനകത്ത് 50 വയസ്സ് കഴിഞ്ഞാൽ ആരും ചിരിക്കുന്നില്ല, 40 വയസ്സ് കഴിഞ്ഞാൽ ആരും ചിരിക്കുന്നില്ല, കുട്ടികൾ ആർത്ത് ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ കൂടെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെയാണെന്നാ എന്റെ വിചാരം. അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ തലമുറ ബഹുമാനിക്കണം. കാരണം ഒരു വയസ്സ് ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു വയസ്സുള്ള കുട്ടി ഇരിപ്പുണ്ടെങ്കിൽ അവനെയാണ് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നത്. കാരണം അവൻ അടുത്ത നൂറ്റാണ്ട് കാണും, നമ്മളടുത്ത നൂറ്റാണ്ട് കാണില്ല. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുന്ന ഇനിയുള്ള മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവരാണ്. അപ്പൊ അവരുടെ ചിന്തയാണ് ശരിയായ ചിന്ത. എപ്പോഴും നമ്മുടെ പഴയ തലമുറയുടെ ഒരു വിചാരമാണ്, നമ്മുടെ അച്ഛന്മാർ നമ്മളെ കുറ്റം പറഞ്ഞ പോലെ നമ്മൾ അവരെ കുറ്റം പറയുന്നു. അത് കാര്യമൊന്നുമില്ല, അവരാണ് ശരി എന്നുള്ളതാണ് എന്റെ സമയം. ഹരിയേട്ടനും അതുപോലെ പ്രത്യേകിച്ച് അല്ല, അത് മാത്രമല്ല, ഹരിയേട്ടൻ പുതിയ ജേർണലിസ്റ്റുകളെ, ഈ പറയുന്ന ജെൻസി ജേർണലിസ്റ്റുകളൊക്കെ ആയിട്ട് ദിവസവും പരിചയപ്പെടുന്ന കുട്ടികളെ സ്നേഹവും ബഹുമാനമേ ഉള്ളൂ. അവരാ നമുക്ക് പലപ്പോഴും വഴി കാണിച്ചു തരുന്നത്. നമ്മുടെ ഒരു ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചു പറയുന്നത് ജയഹേ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ജയഹേ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓരോ സമയം ബേസിൽ ദർശനയുടെ ക്യാരക്ടറിനെ അടിക്കുമ്പോ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഒരു ഫാമിലി ഇരിക്കുക. ആ ചേട്ടൻ ഓരോ അടിക്കും ചിരിക്കും. ഇങ്ങനെ സിനിമ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ദർശനയുടെ അടി തുടങ്ങുമല്ലോ. ഈ 4 പിള്ളേരും ഈ സ്ത്രീയും കൂടി ചിരിയോട് ചിരി. ഈ പുള്ളിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ചേട്ടന്റെ എന്താണ് പുതിയ പിള്ളേരെ കുറിച്ചിട്ടുള്ള പറയുന്നത്? ഈ ന്യൂജൻ ഭയങ്കര കുഴപ്പമാണ് എന്നൊക്കെയാണല്ലോ. അങ്ങനൊന്നും അല്ല. ഞാൻ സിനിമ അവരുടെ ഒരു അർപ്പണം എന്ന് പറഞ്ഞപ്പം എറണാകുളത്തൊക്കെ തന്നെ എത്രയോ ലോഡ്ജുകളിൽ എത്രയോ ഇതിലിരുന്ന് അവരവരുടെ കണ്ടന്റിനെ ഇരുന്ന് ഉരച്ച് റെഡിയാക്കി അവരെടുക്കുന്നൊരു പെയിൻ ഓരോ ആൾക്കാരെ ചെന്ന് കാണുന്നതെന്നൊക്കെ പറയുകയെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, നമ്മളീ പറയുന്ന കണക്കുള്ള, ഇപ്പം നമ്മുടെയൊക്കെ പറഞ്ഞ കണക്കുള്ള ഈ പഴയ ഈ പറഞ്ഞ കണക്കുള്ള സാഹിത്യ ഭാഷയൊന്നുമല്ല. അവരുടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. അത് പുതിയ ലോകവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിന് ഒരുപാട് ലാംഗ്വേജ് സാധനമൊന്നും വേണ്ട. അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തക്ക ശേഷിയുള്ള ഈ കുട്ടികളാണ് നമ്മുടെ പുറകെ വരുന്നത്. അല്ലെ, അത് 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് പ്രേക്ഷകരെന്നുള്ള നിലയ്ക്ക് കൂടിയുണ്ടല്ലോ ഈ പ്രേക്ഷകരെന്നുള്ള നിലയ്ക്കുള്ള. ഇപ്പൊ ഞാൻ കലേഷൊക്കെ ഇരിക്കുന്നുണ്ട്. കലേഷക്കിന്റെ ഒക്കെ കവിതയിലൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു അവരോടുള്ള ഒരു സംവദനം, പുതിയ ആളുകളോടുള്ളൊരു സംവദിക്കൽ. അത് എവിടെയാണ് ഹരീഷേട്ടൻ, എവിടെയാണ് ആ ഒരു കണക്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? അതൊരു പ്രാക്ടീസും കൂടിയാണല്ലോ. അതെ, പുതിയൊരു കാലത്തോട് കണക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്. ഇപ്പൊ നമ്മളെല്ലാവരും, ഇപ്പൊ ഞങ്ങള് ക്ലയൻസ് എല്ലാം നമ്മളോട് പറയുന്നത് ഞങ്ങൾക്ക് ന്യൂജനുമായിട്ട് കണക്ട് ചെയ്യണമെന്നാ. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യണമെന്ന് പറയേ. അപ്പൊ ആ കണക്ട് ചെയ്യുക എന്നുള്ളിടത്ത് സിനിമ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോവില്ല. തിയേറ്ററിൽ പിള്ളേർ കയറിയില്ലെങ്കിൽ തിയേറ്ററിൽ സിനിമ പരാജയപ്പെട്ടു പോവില്ല. അപ്പൊ അവിടെ ആ കണക്ട് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അവിടെ എങ്ങനെയാണ് ഹരീഷേട്ടൻ ആ കണക്ട് പ്രാക്ടീസ്? പുതിയ പിള്ളേര് ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടി ആണോ പെണ്ണോ ആകട്ടെ, എനിക്ക് 20 വയസ്സുള്ള സമയത്ത് ഉണ്ടായിരുന്നതിലെ 3-4 ഇരട്ടി വിവരം അവർക്കുണ്ട്. അതിന് കാരണം അതിനുള്ള ഒരുപാട് സാധ്യതകൾ അവർക്കുണ്ട്. എൻ്റെ 20 വയസ്സിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു, അല്ല എൻ്റെ ബാല്യദശയിലായിരുന്നു ഇന്റർനെറ്റ്.
വിഷ്വൽ ലാംഗ്വേജിൻ്റെ സാധ്യതകൾ പഠിക്കാനുള്ള യാതൊരു അവസരവും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇൻ്റർനെറ്റിൽ കൂടെ ലോകം മുഴുവൻ അവർക്കറിയാം. കുറച്ചുകൂടെ ലോക പൗരന്മാരാണ് അവർ. അവർക്ക് ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് വന്നിരുന്നതിലും ഈസി ആയിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിന് പോകും. അങ്ങനത്തെ തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്കറിയാവുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ 20 വയസ്സിൽ ആകാശവാണിയിൽ നിന്ന് കേൾക്കുന്ന യേശുദാസിൻ്റെ പാട്ട് മാത്രമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് വേറെ ലോകത്താണ്. മ്യൂസിക്കിൻ്റെ എന്തെല്ലാം സാധ്യതകൾ അവരറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുക, അവരുടെ സംവേദനശീലത്തോട് ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിരന്തരമായിട്ട് അവരുമായിട്ട് ഇടപെടുക, അവർ വായിക്കുന്ന എന്താണെന്ന് കണ്ടെത്തുക, അവർ കൂടുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അവർ കേൾക്കുന്ന മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക, അതിൽ കൂടെ അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഔട്ടായി പോകും, കളത്തിൽ നിന്ന് ഔട്ടായി പോകും. ഇപ്പോൾ എറണാകുളത്ത് 20 വയസ്സുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ എവിടെയാണ് കൂടി നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? പലർക്കും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവർ കേൾക്കുന്ന മ്യൂസിക് ഉണ്ട്. അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇല്ലെങ്കിൽ പ്രായം ചെന്നവർ തീർച്ചയായിട്ടും കളത്തിന് ഔട്ടായി പോകും. ഹരിയേട്ടന്റെ ഒരു അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഹരിയേട്ടൻ ഇവരുടെ ഒരു ഇമാജിനേഷനോടൊപ്പം ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഇമാജിനേഷനിലേക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ടോ? എൻ്റെ മോള് ഇപ്പോൾ വായന തീരെ കുറവാണെന്ന് പറയാം. പക്ഷേ ആ വായന കുറവ്, അവൾ സിനിമ കാണുന്നു, മറ്റേ ലോകവിവരങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫിലോസഫി വളരെ ആദരവോടെ ഞാൻ നോക്കിക്കാണാറുണ്ട്. അത് അത്രയും സൂക്ഷ്മമാണ്. അത് എന്നെപ്പോലെ ഇമോഷണൽ അല്ലാതെ സൂക്ഷ്മമായി അത്രയും കൃത്യമായ ഒരു കാര്യത്തെ വിലയിരുത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഒക്കെ ഞാൻ അവളിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ കുട്ടിയാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നത്. മുമ്പത്തെ കാലത്ത് നമ്മുടെ പാരൻസ് എന്ന് പറയുന്ന ഇങ്ങനെ ആയിരുന്നില്ല പാരൻറ്റിങ്. ഇപ്പോൾ ഒരു പാരൻറ്റ് നല്ല കേൾവിക്കാരനാവണം എന്നാണ് എൻ്റെ വിശ്വാസം സർ. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ വായന, സിനിമ തുടങ്ങിയ കാര്യങ്ങളല്ല. വായിച്ചില്ലെങ്കിലും സിനിമ കണ്ടില്ലെങ്കിലും ഒരു അവരുടെ ജീവിത വീക്ഷണം. ഇപ്പോൾ പുതിയ തലമുറ നമുക്കറിയാം, ഞാൻ ഒരു പത്രത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർ വായന വളരെ കുറവുള്ള ഒരു ജനറേഷനാണ് വന്നിരിക്കുന്നത് പറഞ്ഞ് അത് അവരെ കുറച്ച് പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വായന കൊണ്ട് മാത്രമല്ല ഒരാളുടെ ജീവിത വീക്ഷണം രൂപപ്പെടുന്നത്. ഉറപ്പായിട്ട് എനിക്ക് പറയാനുണ്ട്. ഇന്ദുചേട്ടൻ കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇവരോട് ഉള്ള ഒരു കൂട്ടായ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്ദുചേട്ടന്റെ ഒരു അല്ലാന്ന് വെച്ചാലേ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർ ഈ ലോകത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളെ നമ്മുടെ തലയിലേക്ക് വലിച്ചിട്ടുകയാണ്. ഉഗാണ്ടയിലെ പ്രശ്നവും മറ്റേ സാധനങ്ങളുടെ പ്രശ്നം. ഇപ്പോഴുള്ള പിള്ളേർ ഇത് നമ്മുടെ കേവല ജീവിയാണ് മനുഷ്യൻ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പിന്നെ ഇല്ലാതായി പോകുന്ന ഒരിതാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സെൽഫ് സെൻട്രിക്കാണ്. അവർക്ക് അവരുടെ അച്ഛൻ, അമ്മ, വളരെ ചുറ്റുവട്ടത്തുള്ള അവരുടെ ബെസ്റ്റി അല്ലെങ്കിൽ അവരുടെ കുറച്ച് ആൾക്കാർ, ഇത് റിലേഷൻഷിപ്പ് അവരെ ബാധിക്കുന്ന സമയത്ത് അവരതിന് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ലോകത്തിൻ്റെ പരിമിതമായ സ്ഥലത്തിനുള്ളൊരു ഒരു സന്തോഷം, എൻ്റെ ഒരു ഹൈ, ഒരു ലോ എന്നിവയെ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാം എന്ന് പറയുന്നൊരു വലിയ പാഠ്യ പദ്ധതിയാണ് പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരെല്ലാം. അപ്പം അതിലൂടെയാണ് അവരുടെ ലോകം കാണുന്നത്. അവരുടെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും അവർ പരിമിതമായ. ഇപ്പം അവർക്ക് വേണമെങ്കിൽ ഇപ്പം നെഹ്റുവിനെ കുറിച്ച് അവർക്ക് ഒരുത്തൻ നമ്മൾ ഐക്യം പഠിച്ചിട്ട് പറയാം, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ജനറേഷനിലുള്ള 4 പേരുണ്ടെങ്കിൽ 3 പേര് പറഞ്ഞു. അപ്പം നമ്മുടെ തലമുറയിൽ പരിഹസിക്കുക. അതിൻ്റെ അതില്ല. നെഹ്റുവിനെ കുറിച്ച് ഒരു സംഗതി എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതിൻ്റെ 10 ഇരട്ടി മടങ്ങിൽ അവൻ 1/2 മണിക്കൂർ കൊണ്ട് അവൻ ഗവേഷണം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവുന്നൊരു കാലഘട്ടം. അത് അവർക്ക് ആവശ്യമുള്ള സാധനത്തിന് ചെന്ന് സ്പർശിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ലീപ്പ് തന്നെ ഈ 2 തലമുറ തമ്മിൽ ഉള്ള ഒരു കാലത്താണ് നമ്മളിതിനെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ശരി എന്തു പറഞ്ഞാലും, നമ്മൾ എന്ത് ഫിലോസഫി പറഞ്ഞാലും അവരുടെ പക്ഷത്താണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഇന്ദുചേട്ടനോടാണ്. ഇവിടെയുള്ള എല്ലാ റൈറ്റേഴ്സും പല സംവിധായകരുടെ ഒപ്പം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ദുചേട്ടൻ മാത്രം അങ്ങനെ അധികം ആവർത്തിച്ച് കണ്ടില്ല സിനിമകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സംവിധായകനെ അങ്ങനെ പിരിയണമെന്നാ ചോദിക്കുന്നത്? അതെ, അടിച്ചു പിരിയുന്നതാണോ അതോ ഇല്ല? ഞാൻ എൻ്റെ സംവിധായകരോടൊന്നും പിന്നെ അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ഒരു ടൈമിൽ നമുക്കത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം
അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരു കലാകാരൻ, നമ്മളൊരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചകളെ നമ്മൾ അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. നമുക്ക് വിയോജിക്കാം. ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഞാൻ കണ്ട എൻ്റെ പുസ്തകം ഇങ്ങനെ ആയിരുന്നില്ല, ഇതായിരുന്നില്ല, ഇതല്ലായിരുന്നു എൻ്റെ കാഴ്ച എന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നത് എൻ്റെ കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ? അങ്ങനെ ആർട്ടല്ലല്ലോ അത്. ആർട്ടെന്ന് പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത് മെഷീനിൽ ഉണ്ടാക്കിയൊരു വർക്കല്ല അത്. അതിൻ്റെ അത് ഒരുപാട് കുറ്റവും കുറവും കാണത്തക്ക രീതിയിലേക്കാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ വായനക്കാരെല്ലാം, എൻ്റെ പുസ്തകം വായിക്കുന്നവരെല്ലാം എൻ്റെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കൈയടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തീർന്നു. അവർക്കൊരു അഭിപ്രായം പറയാനുള്ള സാവകാശം വേണം, അവർക്ക് വിയോജിപ്പ് പറയാനുള്ള ഒരു ഇടം വേണം. നമ്മുടെ പുസ്തകം വലിച്ചെറിയാനായിട്ടുള്ള ഒരു വൈകാരികത അവർക്ക് വേണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തുടരുന്നത്. അത് ഈ പുസ്തകങ്ങളിലൂടെയോ സിനിമകളിലൂടെയോ തുടരുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മൾ അദ്ദേഹത്തിനോടത്ത് അടി പിടിച്ചിട്ട് എന്ന് പറയുന്നത് നമ്മളതിന്ന് ആവർത്തിക്കാത്തതെന്ന് വെച്ചാൽ അത് സാഹചര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായി വരിക എന്ന് പറഞ്ഞൊരു സുദീർഘമായ ഒരു വലിയ പദ്ധതിയാണ് ഈ സംഗതികൾ. അപ്പം അതിന് പല ഇതുണ്ട്. ഇപ്പം ഞാനിപ്പം ആവർത്തിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ഞാനിപ്പം പൊന്മാൻ സിനിമയുടെ അതേ ടീമുമായിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നത്. അപ്പം അത് ഒരു ആവർത്തനമാണ്. ചോദ്യമുണ്ട്. ഞാൻ എല്ലാവരോടും കൂടി ആയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ കുറച്ച് വായിക്കുകയും കുറച്ച് സിനിമയും കാണുന്ന ആളാണ്, സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോടു കൂടി എല്ലാവരും യോജിച്ചോളണമെന്നില്ല ഓഡിയൻസ്. നിങ്ങളെല്ലാവരും കഥകളും നോവലുകളും സിനിമ ആക്കിയല്ലോ. ഡിഡ് യു ഗെറ്റ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഫ്രം വാട്ട് യു സോ ഓൺ ദി സെല്ലുലോയിഡ്? എഴുതിയ പോലെ തന്നെ ആ തൃപ്തി നിങ്ങൾക്ക് സിനിമ കണ്ടപ്പം തോന്നിയിരുന്നോ? അതായത് നിങ്ങളുടെ കഥകൾ സിനിമയാക്കുമ്പോൾ ആ സിനിമ കണ്ടിട്ട് തൃപ്തി തോന്നിയോ എന്നാണ്. ഹരീഷേട്ടനോട് എനിക്കും ചോദിക്കാനുണ്ട്. കാരണം ഹരീഷേട്ടന്റെ മാവോയിസ്റ്റ് ഒക്കെ ഭയങ്കര മോശമാക്കി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എന്റെ അഭിപ്രായം അതാ. ഞാനത് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അല്ല ഹരീഷേട്ടന്റെ. അതാണ് ഒന്നും കൂടെ പറഞ്ഞോട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി കണ്ടിരുന്നു. കുറച്ച് കൊല്ലം മുമ്പാണ്. മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. പക്ഷെ കരഞ്ഞുപോയി സിനിമ കണ്ടപ്പം. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടപ്പോൾ എന്തോ ഒരു നല്ല കഥയായിരുന്നു അത്. നമ്മളൊക്കെ അങ്ങനെ എന്താണ് മജീദും സൊഹറയും ഒക്കെ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നതല്ലേ. സിനിമ കണ്ടപ്പം ഭയങ്കര സങ്കടം തോന്നി. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? പിന്നെ ആ എഴുതുമ്പോൾ ഒരുപാട് നമ്മൾ ആ എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ എഴുതൂലേ, അതൊക്കെ ആക്ടേഴ്സിൻ്റെ മുഖത്ത് അത് വരുമോ? അത്രയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന മാതിരി. ഇപ്പം ഞാൻ ലിജോയോട് തല്ലു കുടിക്കോട്ടെ എന്ന് വെച്ചാൽ ലാസ്റ്റർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയല്ല. ഇപ്പോൾ സിനിമ എടുത്തു വെക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാം, ചിലത് ഇഷ്ടപ്പെടാതെയും പോയാൽ അത് എല്ലാ സംവിധായകരുടെ കാര്യത്തിലും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ചിലത് വല്ലാതെ ഇഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതൊന്നും പലരുടെയും കയ്യിലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ സംവിധായകന് പോലും ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങി തൻ്റെ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നത് ചിലപ്പോൾ 5-6 ദിവസം കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ. എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. ക്യാമറമാനെ അയാൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ അഭിനയിക്കുന്നവർ ഈ പറഞ്ഞ ഒരു നല്ല അഭിനേതാക്കളെ നോക്കി തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മൾ എഴുതി വെച്ച സാധനം അല്ലെ സംവിധായകൻ വിചാരിക്കുന്ന രീതി അയക്കത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നന്നായിട്ട് പ്രകടിപ്പിക്കും. ഇപ്പോൾ ഇന്നസെൻ്റൊക്കെ ചില സിനിമകളിലൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്ത തമാശ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. ചിലപ്പോൾ അത്രയൊന്നും എഴുതി ഫലിപ്പിച്ചിട്ടില്ലായിരിക്കും, അയാൾ കയ്യിൽ നിന്നിട്ട് കൂടുതൽ ചെയ്തായിരിക്കും. അങ്ങനെ എന്തും സിനിമ സംഭവിക്കാം. സിനിമ ഒരു ജീവിതം പോലെ തന്നെയാണ്. അത് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മോശമാകാം, ചിലപ്പോൾ നല്ലതാകാം. അല്ലാതെ ഒരു എഴുത്തുകാരൻ ഞാൻ എഴുതി വെക്കുന്ന എല്ലാ സിനിമയിൽ അതേപടി വരണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് പലരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇതൊരു യന്ത്രമല്ലല്ലോ, പല മനുഷ്യരാണ് അത് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. എഴുതിയ ഭാവങ്ങളെല്ലാം കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ലാലേട്ടന്റെ കണ്ടിരുന്നോ ഹരിയേട്ടനത്? ഇത് ഈ പറഞ്ഞ പോലെ ശ്രീകുമാറിൻ്റെ ഞാനും മോഹൻലാലിന് വേണ്ടി എഴുതിയ സിനിമയ്ക്ക് സംവിധാനം ചെയ്ത ആളപ്പുറത്തുണ്ട്. ഞങ്ങളുടെ എഴുതുന്നു, അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ അല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ അപ്ലൈ ആവും. അപ്പോൾ പെട്ടെന്ന് ഞാൻ എഴുതിയതാണോ ശ്രീകുമാർ സംവിധാനം ചെയ്തതാണോ, അതിനൊക്കപ്പുറത്ത് മറ്റ് ഘടകങ്ങൾ വലിയ സിനിമകൾക്ക് ബാധകമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഷാജിയൻ കരുണ്ട സിനിമയ്ക്ക് ഞാൻ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. കുട്ടിസ്രാങ്ക് പോലൊരു സിനിമയ്ക്ക് ഞാൻ എഴുതിയതിനേക്കാൾ എത്രയോ നന്നായിട്ട്, എത്രയോ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. പക്ഷെ ഞങ്ങൾ ചെയ്ത സിനിമ അതൊരു കച്ചവട സിനിമയാണ്. കച്ചവട സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുത്തിനും സംവിധാനത്തിനും സംഗീതത്തിനും എല്ലാം അപ്പുറത്തുള്ള മറ്റ് പല ഘടകങ്ങൾ അതിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയല്ലേ ശ്രീ?
അപ്പം അതുകൊണ്ട് ഇതൊരു വ്യക്തിപരമായ വിഷമമോ സന്തോഷമോ അതിനപ്പുറത്ത് കൂട്ടായ്മയിലൂടെ അതിൻ്റെ മുഴുവൻ സാധനങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ. ശ്രീ, അപ്പോൾ അടുത്ത സിനിമ അല്ലേ? ഇതിലും നന്നായിട്ട് പറയാം. ഒടിയൻ വീണ്ടും ലോകയിൽ പരാമർശിക്കപ്പെട്ടല്ലോ. ഒടിയൻ വീണ്ടും ലോകയിൽ ദുൽഖറിന്റെ രണ്ടാം ഭാഗം ആലോചിച്ചോണ്ടിരിക്കട്ടെ. രണ്ടാം ഭാഗം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടിയന്റെ. ഗംഭീരമാവട്ടെ രണ്ടാം ഭാഗം. ഇത് ഒരു വലിയ പ്രഖ്യാപനമാണ്. ആണോ? ഇല്ല. അപ്പോ ഇനി അപ്പോൾ എൻ്റെ ചോദ്യം എല്ലാവരോടുമാണ്. ഈ നമ്മുടെ ഭാഷ പല വ്യത്യസ്തമായ രീതിയിൽ മാറുന്ന കാലമാണ്. ഇംഗ്ലീഷിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ പോലും ദിവസത്തിൽ പല ഇംഗ്ലീഷ് വാക്കുകളുടെ ഉപയോഗം വരുത്താറുണ്ട്. അതുകൂടാതെ തന്നെ മലയാളത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും പല ഇംഗ്ലീഷ് വാക്കുകൾ ലോകത്തിലെ മറ്റെവിടെയും ഇല്ലാത്ത പല പുതിയ അർത്ഥങ്ങളുമായിട്ടാണ് മലയാളത്തിലോട്ട് വരുന്നത്. ഇതിന് തന്നെ മറ്റേ വശത്ത് സംസ്കൃത വാക്കുകൾ പോലും ഇല്ലാതെ പച്ച മലയാളത്തിൽ എഴുതുന്ന പലരുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ വാക്കുകളും അർത്ഥങ്ങളും പഴയതും പുതുതും മാറി മറയുന്ന ഒരു ഭാഷ, അതിൽ ആ ഭാഷയുടെ അപ്പോസ്തലനായി നിൽക്കുന്ന ഒരു എഴുത്തുകാരന്റെ കടമ എന്താണ്? അല്ല, ഭാഷയുമായിട്ട് നമുക്ക് എന്താ പറയുക, അതിനോടൊരു വളരെ പ്രതിപത്തിയോ അതിനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ കഥ പറയുന്ന പരിസരം, അതിലെ കഥയിൽ പങ്കെടുക്കുന്ന മനുഷ്യർ, അതിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു ഏത് പ്രതലത്തിൽ നിന്ന് അവർ ചെയ്യുന്നു, അവർ ഏത് പരിസരത്തു നിന്നാണ് വരുന്നത്, അതൊക്കെ ആയിരിക്കണം അവരുടെ ഭാഷ. അല്ലാതെ ഭാഷയോടല്ല നമ്മൾ ഉത്തരവാദിത്വം കാണിക്കുന്നത്. അത് ആ കഥാപാത്രം സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുക എന്നുള്ള, അതിനാവശ്യമുള്ള ഭാഷ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നുപേരുടെയും പുതിയ സിനിമകൾ ഗംഭീരമാകട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുന്നു. ഒരേ ഒരു കാര്യം മാത്രം, ചേട്ടാ, ഈ സിനിമ ഭയങ്കരമായിട്ട് സക്സസ് ആവില്ലേ? ആ സമയത്ത് എന്താ ഒരു ഭാവം? ആ ഒരു സമയത്തുള്ള ഭാവം പൊന്മാനൊക്കെ ഭയങ്കര വലിയ വിജയമല്ലേ? അതല്ല നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പിന്നെ നമ്മുടെ സിനിമ ഒക്കെയുള്ള ഒരു വിജയമോ, നമ്മളിപ്പം ഇവിടെ പറഞ്ഞപ്പോൾ ഹരീഷിനാണെങ്കിലും എല്ലാം പറഞ്ഞതിൻ്റെ ഒരു സംഗതിയാണ്. നമ്മളതിൻ്റെ കൂട്ടായ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കായിട്ട് സന്തോഷിക്കാനായിട്ട് ഇത് വലിയ സക്സസ് ആയതായിരുന്നു, നമുക്കായിട്ട് ഒറ്റയ്ക്ക് കിടന്ന് സന്തോഷിക്കാനായിട്ടൊരു സംഗതി എൻ്റെ അകത്തില്ല. നമ്മൾ വളരെ പ്രതിഭാശാലികളായ മനുഷ്യരുടെ കൂടെ നമ്മൾ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ആനന്ദം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷകരമായ പ്രക്രിയയുണ്ട്. ഇത് വീഴാം, ഇത് ചെയ്യാം. ഇതിൻ്റെ കെമിസ്ട്രി, ഈ സാധനം എന്ന് വെച്ചാൽ ആരും നിർണ്ണയിച്ചിട്ടോ ഒന്നുമല്ല. ഇന്ന് വീഴുന്നത് നാളെ വലിയ ഇതായിട്ട് മാറാം, നാളെ ഇങ്ങനെ ഇത് തകിടം മറിയാം. OTT-യിൽ വളരെ സിനിമയിൽ വിജയിച്ച സിനിമകൾ OTT-യിൽ ആൾക്കാർ ട്രോൾ ചെയ്ത് നശിപ്പിക്കാം. തിയേറ്ററിൽ പോയത് അങ്ങോട്ട് ഇതിനൊന്നും ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. നന്ദി.